നമസ്കാരം. നമ്മുടെ ചാനലുകൾ അവരുടെ ബാർക്ക് റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന കാലത്ത് മറുനാടനെ ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം നിഷ്പക്ഷമായി സത്യസന്ധമായി മറുനാടൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ പേരിലാണ്. എന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത മറുനാടൻ വളരെ കുറച്ചാണ് കൊടുത്തിരുന്നത്. വി ഡി സതീശൻ വികാരം കേരളത്തിൽ കത്തിജ്വലിക്കുമ്പോഴാണ് മറുനാടൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ വി ഡി സതീശനെ എതിർക്കുകയോ മറ്റ് രണ്ടുപേരെ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. നിഷ്പക്ഷ നിലപാടാണെങ്കിലും വി ഡി സതീശനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അതുതന്നെയായിരുന്നു സത്യം എന്നതുകൊണ്ടാണ്. വി ഡി സതീശനായിരുന്നില്ല മുൻഗണന, കെ സി വേണുഗോപാലിന് തന്നെയായിരുന്നു. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്കും സാധ്യതയുണ്ടായിരുന്നു. എം എൽ എമാരുടെ പിന്തുണ, ഹൈക്കമാൻഡിൻ്റെ പിന്തുണ, കെ പി സി സിയുടെ പിന്തുണ, ഇതൊക്കെ തന്നെയായിരുന്നു കാരണം. എന്നാൽ ഇതിനെയൊക്കെ മറികടക്കാൻ ജനവികാരത്തിന് കഴിയും എന്നതിന് തെളിവാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകത. മറ്റൊരു പാർട്ടിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. കോൺഗ്രസിൻ്റെ പ്രത്യേകത ജനവികാരത്തിന് കീഴടങ്ങുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ലീഗിൻ്റെ പിടിവാശി. ജനവികാരത്തെയും അവഗണിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ലീഗ് കട്ടയ്ക്ക് നിലപാടെടുത്തോടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. അതുകൊണ്ട് മറുനാടൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഊഹിച്ച് പറയുന്നതല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. വസ്തുതകൾ ഏതു നിമിഷവും മാറാം. അതേസമയം രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ മാത്രമാണ് കൃത്യതയോടെ പറഞ്ഞത്. എല്ലാവരും വിചിത്രമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന തരത്തിലായിരുന്നു ഒരു പ്രചരണം. രണ്ട്, അദ്ദേഹം മന്ത്രിസഭയിൽ വന്നാലും ധനകാര്യ വകുപ്പോ മറ്റോ ഏറ്റെടുക്കും എന്നാണ്, വി ഡി സതീശൻ വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു രണ്ടാമത്തെ പ്രചരണം. എന്നാൽ ഞങ്ങൾ ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞു രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെത്തും, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമെന്ന്. എന്നാൽ മറ്റു മാധ്യമങ്ങൾ അത് പറയുന്നത് ഉച്ച കഴിഞ്ഞാണ്. മനോരമ ഇന്ന് ഗ്രാഫി ചെയ്ത് പറഞ്ഞിരിക്കുന്നത് 2:50 തീരുമാനമെടുത്തെന്നാണ്. ചില മാധ്യമങ്ങൾ പറഞ്ഞു വി ഡി സതീശൻ ചെന്ന് ആഭ്യന്തരം തരാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ചതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വന്നത് എന്ന്. അങ്ങനെയായിരുന്നില്ല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത്തരമൊരു രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് അദ്ദേഹം ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയാവും എന്ന് പ്രതീക്ഷിച്ച് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇച്ഛാഭംഗമുണ്ടായി. അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാൻ പോയി എന്നത് സത്യമാണ്. രമേശ് ചെന്നിത്തല മാറി നിൽക്കട്ടെ എന്നത് തന്നെയായിരുന്നു വി ഡി സതീശനെയും കെ സി വേണുഗോപാലിൻ്റെ നിലപാട്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേർന്നാൽ ആഭ്യന്തര വകുപ്പ് കൊടുക്കേണ്ടി വരും. ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ അത് ശക്തനായ ആഭ്യന്തരമന്ത്രി ആയിരിക്കും, മുഖ്യമന്ത്രിക്കൊന്നും നിയന്ത്രണം ഉണ്ടാവില്ല എന്നതുകൊണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തല മാറി നിന്നാൽ തൻ്റെ വിശ്വസ്തനായ എ പി അനിൽകുമാറിനെ ആഭ്യന്തരമന്ത്രിയാക്കാമെന്ന് കെ സി വേണുഗോപാലും കരുതി. ഇത് തിരിച്ചറിഞ്ഞാണ് രമേശ് ചെന്നിത്തല പിറ്റേന്ന് വെളുപ്പിന് തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. രമേശ് ചെന്നിത്തല മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല, മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ആഭ്യന്തര വകുപ്പിൽ തന്നെ ചുമതലയേൽക്കുമെന്ന് തീർച്ചയായിരുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യം കൃത്യമായി വി ഡി സതീശൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രി ഇല്ലാതെയുള്ള ഭരണം ബുദ്ധിമുട്ടാവും എന്ന് വി ഡി പറഞ്ഞെങ്കിലും ആഭ്യന്തര വകുപ്പ് രമേശിനാണ് എന്ന് രാഹുൽ ഗാന്ധി തീർത്തു പറഞ്ഞിരുന്നു. രമേശ് സമ്മർദ്ദം ചെലുത്തിയത് തന്റെ വിശ്വസ്തരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ്. അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് പദവി കൂടി ചോദിച്ചു വാങ്ങാനാണ്. അതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കാനും സാധ്യതയില്ല. കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള താല്പര്യമുള്ളവർക്ക് തന്നെയായിരിക്കും മന്ത്രിസഭയിൽ പ്രാധാന്യം വരിക. വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വളരെ കൃത്യതയുള്ള നിലപാടാണ് എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം തൻ്റെതായ ആരെയും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വി ഡി സതീശൻ നിർബന്ധം പിടിച്ച ഒരേ ഒരു വ്യക്തി ചാണ്ടിയുമ്മനാണ്. ചാണ്ടിയുമ്മന് അനുകൂലമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറായിരുന്നു, അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ പരിഗണിക്കാം. 2, ഓർത്തഡോക്സ് സഭാംഗമായ മന്ത്രിമാർ ഈ ലിസ്റ്റിലെങ്ങും ഇല്ല. ഓർത്തഡോക്സ് സഭാംഗമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഓർക്കണം. ഉമ്മൻചാണ്ടി എക്കാലത്തും മന്ത്രിസഭയിൽ ശക്തനായിരുന്നു. ഓർത്തഡോക്സ് സഭാംഗമായ ഒരാളുടെ പേര് പോലും ഈ പരിഗണന ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ചാണ്ടിയുമ്മൻ വേണം എന്ന് സഭയ്ക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടിയുമ്മനെ ഉൾപ്പെടുത്തണം എന്നൊരാഗ്രഹം വി ഡി സതീശനുണ്ട്. ആ പേര് മാത്രമാണ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ഉറപ്പായിട്ടില്ല. ചാണ്ടിയുമ്മൻ പരിഗണന ലിസ്റ്റിൽ മാത്രമാണുള്ളത്. ഏറ്റവും കൂടുതൽ പരിഗണന ലിസ്റ്റിൽ സാധ്യതയുള്ളയാൾ ചാണ്ടിയുമ്മൻ തന്നെയാണ്. ഈ 2 ഘടകങ്ങൾക്കുണ്ട്. എന്നാൽ ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിച്ചിരിക്കുന്നത് 7 മന്ത്രിമാരുടെ പേരാണ്. അവരിൽ മാറ്റമുണ്ടാവില്ല. കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് രമേശ് ചെന്നിത്തല, ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയെ തന്നെ ചുമതലയേൽക്കും. രണ്ടാമത്തേത് കെ മുരളീധരനാണ്. മുരളീധരന് പ്രധാന വകുപ്പായി ആരോഗ്യം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്ഥിരീകരിച്ചിട്ട് വകുപ്പ് ചർച്ചകളിലേക്ക് പോയിട്ടില്ല. മൂന്നാമത്തെ സണ്ണി ജോസഫാണ്. അദ്ദേഹം റവന്യൂ വകുപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പി ജെ ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രിയെ ഉള്ളെങ്കിൽ റവന്യൂ വകുപ്പ് കൊടുക്കേണ്ടി വരും. 2ാം മന്ത്രിക്ക് വേണ്ടി അവർ ബലം പിടിക്കുന്നുണ്ട്. ജോസഫിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു മന്ത്രിയെ തരൂ, 2ാം മന്ത്രിയായി വേണമെങ്കിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് നൽകാമെന്നാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പോലും നൽകില്ല, ചീഫ് വിപ്പ് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഒന്നാമത്തെ മന്ത്രി മോൻസ് ജോസഫ് ആയിരിക്കും. രണ്ടാമത്തെ ക്യാബിനറ്റ് പദവി ഒന്നുകിൽ ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഈ പദവിയിലെത്തിയാൽ അബു ജോസഫ് ആയിരിക്കും ആവുക. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഉണ്ണിയാടൻ ചില പ്രവർത്തകരെയൊക്കെ കൂട്ടി ഇന്നലെ MLA ഹോസ്റ്റലിൽ വന്ന് ബഹളം വെക്കുകയും ചില മാധ്യമ റിപ്പോർട്ട് വരികയും ചെയ്തത് PJ ജോസഫിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ തോമസ് ഉണ്ണിയാടിന്റെ പേര് വെട്ടി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്യാബിനറ്റ് പദവി അത് ഡെപ്യൂട്ടി സ്പീക്കർ ആവട്ടെ ചീഫ് വിപ്പ് ആവട്ടെ PJ ജോസഫിന്റെ മകൻ അബു ജോസഫ് തന്നെയായിരിക്കും. രണ്ടാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ജോസഫ് കടുംപിടുത്തം നടത്തുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവനാണ് എന്നതൊരു അയോഗ്യതയെ മാറിയിട്ടുണ്ട്. കാരണം എല്ലാ ഘടകകക്ഷികളിലും ക്രൈസ്തവ മന്ത്രിമാരാണുള്ളത്. കോൺഗ്രസിലും ക്രൈസ്തവരുണ്ട്. ക്രൈസ്തവരുടെ എണ്ണം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം മന്ത്രിസ്ഥാന സാധ്യത വിരളമാണ്. അബു ജോസഫിന് ക്യാബിനറ്റ് പദവിയുടെ ചീഫ് വിപ്പോ ഡെപ്യൂട്ടി സ്പീക്കറോ കിട്ടും. ചീഫ് വിപ്പിനാണ് സാധ്യത. നാലാമതായി ഉറപ്പിച്ചിരിക്കുന്ന പേര് PC വിഷ്ണുനാഥിൻ്റെയാണ്. PC വിഷ്ണുനാഥ് കുണ്ടറ MLA ആണ്. അദ്ദേഹം രണ്ടാം തവണയാണ് കുണ്ടറയിൽ MLA ആവുന്നത്. മുമ്പ് ചെങ്ങന്നൂരിൽ പലതവണ MLA ആയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന നിലയിൽ കണക്കാക്കപ്പെട്ടിരുന്ന പഴയ A ഗ്രൂപ്പ് നേതാവാണ് ഇപ്പോൾ KCയോടൊപ്പമാണെങ്കിലും PC വിഷ്ണുനാഥിന്റെ മന്ത്രിസ്ഥാനമാണ് നാലാമതായി ഉറപ്പിച്ചിരിക്കുന്നത്. അഞ്ചാമതായി ഉറപ്പിച്ചിരിക്കുന്നത് AP അനിൽകുമാറാണ്. അനിൽകുമാർ വണ്ടൂരിൽ നിന്നുള്ള MLA ആണ്. മുതിർന്ന ദളിത് നേതാവാണ്. KC വേണുഗോപാലിന്റെ ടീം മാനേജരാണ്. അതുകൊണ്ട് അനിൽകുമാറിനെ ഏറ്റവും മികച്ച വകുപ്പുകളിൽ ഒന്ന് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 6ഉം 7ഉം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് കായംകുളം MLA M ലിജുവും കൊല്ലം MLA ബിന്ദു കൃഷ്ണയുമാണ്. ഇവർ രണ്ടുപേരും ആദ്യമായി MLA മാരാകുന്നതാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം എന്ന നിലയിൽ ഈഴവ സമുദായത്തിന് പരിഗണന കൊടുക്കേണ്ടതുണ്ട്. 2 മന്ത്രിമാരെയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്നും കൂടുതൽ MLA മാരുണ്ടെങ്കിലും എത്തിയിരിക്കുന്നവരിൽ ഏറ്റവും പാർട്ടിയിൽ സീനിയോറിറ്റി ഉള്ളവരെന്ന നിലയിൽ ലിജുവിനും ബിന്ദുവിനും നറുക്ക് വീഴുകയായിരുന്നു. അങ്ങനെ 7 മന്ത്രിമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, M ലിജു, ബിന്ദു കൃഷ്ണ, ഈ 7 പേർ സ്ഥിരീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടെ 8 പേർ സ്ഥിരീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ആകപ്പാടെ ലഭിക്കാൻ പോകുന്നത് 12 മന്ത്രിമാരാണ്. ഇനി 4 മന്ത്രിമാരുടെ കൂടി ചാൻസ് ബാക്കിയുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ ആദ്യത്തെ ഉറച്ച ലിസ്റ്റിൽ ഇടം പിടിച്ചതായിരുന്നു. എന്നാൽ അവസാന നിമിഷം നായർ സമുദായത്തിൽപ്പെട്ടവരുടെ ആധിക്യവും മറ്റു പല സമുദായത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കണമെന്ന നിലപാടിലേക്ക് ചിലർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പിച്ച 8 പേരിലുണ്ടായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് അവസാന നിമിഷം അല്പം പിറകോട്ട് പോയത്. എന്നാൽ തിരുവഞ്ചൂരിന് വലിയ സാധ്യതയുണ്ട്. 90% സാധ്യത എന്നാണ് KPCC ഉറവിടങ്ങൾ പറയുന്നത്. തിരുവഞ്ചൂർ സ്പീക്കറായാൽ ശക്തനായിരിക്കും പകരം മന്ത്രിയാവുക. തിരുവഞ്ചൂർ ശക്തൻ സാധ്യത മാറിക്കഴിയുമ്പോൾ പിന്നെയുള്ളത് 3 ഒഴിവാണ്. അതിൽ ഉറപ്പായിട്ടും അൻവർ സാദത്ത് അല്ലെങ്കിൽ T സിദ്ദിഖ് മന്ത്രിയാവും. എന്ന് വെച്ചാൽ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടതുണ്ട്. ഈ 2 പ്രാതിനിധ്യവും പരിഗണിക്കും. സീനിയോറിറ്റിയും ഗ്രൂപ്പ് താൽപര്യവും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. KC വേണുഗോപാൽ സിദ്ദിഖിന് വേണ്ടി കടുംപിടുത്തം നടത്തുന്നു. രമേശ് ചെന്നിത്തല അൻവർ സാദത്തിന് വേണ്ടി കടുംപിടുത്തം നടത്തുന്നു. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കോൺഗ്രസിനും ഒരു മുസ്ലിം മന്ത്രി ഉണ്ടാവും. ആ മുസ്ലിം മന്ത്രി എന്ന നിലയിലാണ് T സിദ്ദിഖും അൻവർ സാദത്തും പരിഗണനയിലുള്ളത്. ഇവരിൽ ഒരാൾ മന്ത്രിയാകും. ഇതോടുകൂടി 9 പേരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നു. ബാക്കി അവശേഷിക്കുന്ന 3 മന്ത്രിമാർ മാത്രമാണ്. ഈ 3 മന്ത്രിമാർക്ക് വേണ്ടി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ചാണ്ടിയുമ്മൻ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതും ഓർത്തഡോക്സുകാരൻ എന്നതും ചാണ്ടിയുമ്മനെ ഗുണകരമായി മാറാം. റോജി എം ജോൺ അല്ലെങ്കിൽ മാത്യു കൊടനാട് ഇവരിൽ ഒരാളെ എടുക്കണമെന്നാണ് KCയുടെ നിർദ്ദേശം. എന്നാൽ അതിൽ തന്നെ കൂടുതൽ സാധ്യത റോജി എം ജോണിനാണ്. റോജി എം ജോണിൻ്റെ ഏറ്റവും വലിയ യോഗ്യത ക്രിസ്ത്യാനിയാണ് എന്നതാണ്. ക്രിസ്ത്യാനികളുടെ ഒരു നിര തന്നെ രംഗത്തുള്ളത് കൊണ്ട് തന്നെ റോജി എം ജോൺ അക്കാരണത്താൽ പിന്തള്ളപ്പെടാം. ഷാനിമോൾ ഉസ്മാനും IC ബാലകൃഷ്ണനുമാണ് പിന്നെയുള്ള 2 പേർ. IC ബാലകൃഷ്ണൻ ഒരു ST എന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താൻ സമ്മർദ്ദമുണ്ട്. ഷാനിമോൾ ഉസ്മാൻ VD സതീശന് ഏറ്റവും വേണ്ടപ്പെട്ട നേതാവാണ്. പക്ഷേ ഷാനിമോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഷാനിമോൾ ഡെപ്യൂട്ടി സ്പീക്കറാക്കി ഒത്തുതീർപ്പിനുള്ള ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ VT ബലറാമിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ഈ പറയുന്നവരിൽ നിന്ന് 3 പേരെ കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വമായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും ലീഗ് 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ലീഗിന് 4 മന്ത്രിസ്ഥാനം കൊടുത്താൽ മതി എന്നായിരുന്നു നിലപാടെങ്കിലും VD സതീശൻ ശക്തമായ നിലപാടെടുത്തു. ലീഗിന് 5 മന്ത്രിമാർ വേണമെന്ന് നിലപാടെടുത്തു. ഇതോടുകൂടിയാണ് ജോസഫിനെ ഒരു മന്ത്രി എന്ന നിർബന്ധിത സാഹചര്യത്തിലേക്ക് മാറിയത്. അരനൂറ്റാണ്ടായി UDFനൊപ്പം നിൽക്കുന്ന ആദ്യമായി ജയിക്കുന്ന CP ജോൺ മന്ത്രിയാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. RSPയിൽ നിന്നും ഷിബു ബേബി ജോൺ ആയിരിക്കും മന്ത്രിയാവുന്നത്. എന്നാൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥ നടപ്പിലാക്കാനാണ് തീരുമാനം. അനൂപ് ജേക്കബ് അസന്തുഷ്ടനാണ്. പക്ഷെ അത് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 2.5 വർഷം അനൂപ് ജേക്കബിനും അവസാനത്തെ 2.5 വർഷം മാണി സി കാപ്പനുമായിരിക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. വൈകുന്നേരം ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കും. നാളെ രാവിലെയാണ് സത്യപ്രതിജ്ഞ.